നമസ്കാരം. ജന്മഭൂമി യൂട്യൂബ് ചാനലിൻ്റെ വർത്തമാനം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജന്മഭൂമിയോടൊപ്പം ഉള്ളത് BJPയുടെ സമുന്നതനായ ഒരു നേതാവായി വളർന്നു വരുന്ന 2 വർഷം മുമ്പ് മാത്രമാണ് BJPയിലെത്തിയെങ്കിലും BJPയുടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ BJPയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ശ്രീ ഷോൺ ജോർജ്. ഷോൺ ജോർജിനെ പരിചയപ്പെടുത്താം. ഷോൺ ജോർജിനോടൊപ്പം നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. നമസ്കാരം, സ്വാഗതം. ഞാൻ ഷോൺ ജോർജിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു പേര്, ഈ സൗത്ത് ആഫ്രിക്കൻ ഒരു ക്രിക്കറ്റ് അമ്പയർ ഉണ്ടായിരുന്നു, കളിക്കാരൻ ഷോൺ ജോർജ്. ചെറിയൊരു സ്പെല്ലിങ്ങിൽ വ്യത്യാസം മാത്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സൂക്ഷ്മത, കാര്യങ്ങൾ കൃത്യമായി നിയമങ്ങൾ, ക്രിക്കറ്റിൽ അമ്പയർ എന്ന് പറയുന്ന നിയമങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ ഒരു നല്ല ബോധമുള്ള ആൾ, അതുപോലെ സൂക്ഷ്മമായ നിരീക്ഷണം, ഇത് രണ്ടും ഞാൻ ഷോണിൽ കാണുന്നുണ്ട്. കാര്യം ഓക്കെ, ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോണിൻ്റെ ഒരു കുട്ടിക്കാലം മുതലേ കണ്ടുവന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയത്തിലും മറ്റ് രാഷ്ട്രീയ മുന്നണികളിലൊന്നും ബന്ധമില്ലാതെ നിന്ന് ജനപക്ഷം എന്ന് പറഞ്ഞൊരു ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അതിൻ്റെ ഭാഗമായി നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. BJPയിലേക്ക് പ്രസ്ഥാനത്തിന് വെറുതെ കടന്നു വരുന്നത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചേരണം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടില്ല, ഒരു ദൃഢ തീരുമാനം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനപക്ഷത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഷോൺ എടുക്കുന്ന സമയത്ത് ജനപക്ഷത്തിൻ്റെ മുഴുവൻ ആൾക്കാർ ഒരുമിച്ച് ജനപക്ഷം ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെ ഉണ്ടാവണം എന്ന് പോലും ആഗ്രഹിക്കാതെ ഒരു സുധീരമായ തീരുമാനം എടുത്ത്. പക്ഷേ BJPയിൽ കൃത്യമായ ഒരു സ്ഥലത്ത് ഷോൺ എത്തിയിരിക്കുന്നു. അതെന്താണ് അതിൻ്റെ ഒരു വളർച്ചയുടെ തീരുമാനത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയാമോ? തീരുമാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മോദിഭക്തി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ജീവിക്കുന്ന, എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ്. പൊതുപ്രവർത്തനം ജീവിതമാക്കണം, ആ ജീവിതത്തിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അതിനകത്ത് എനിക്ക് എൻ്റേതായ ചില ചിട്ടകളും അതുപോലെ വ്യക്തിപരമായ ആ ശുദ്ധി പുലർത്തി പോകണമെന്നാണ് എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ ഏറ്റവും ഏറെക്കുറെ പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലെ ആശയങ്ങൾ മുമ്പോട്ട് വെക്കുവാൻ, എൻ്റെ നാടിനൊപ്പം നിൽക്കുവാൻ, ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ വലിയ വർഗീയതയ്ക്കെതിരെ നിൽക്കുവാൻ ഒക്കെ എനിക്ക് ഉചിതമായ പ്രസ്ഥാനമാണ് BJP എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ BJPയിൽ വരുന്നത്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ BJPയിൽ വരുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു. അല്ലെങ്കിൽ എന്നെ ഒത്തിരി പേര് പറഞ്ഞു, കളിയാക്കുക മാത്രമല്ല എന്നോട് സ്നേഹമുള്ള ആളുകൾ പറഞ്ഞു, നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരൻ ഈ BJPയിൽ വന്ന് ആ ഭാവി കളഞ്ഞു. പക്ഷേ ഈ ഇപ്പം സാറ് പറഞ്ഞ പോലെ 2 വർഷമായില്ല, 23 മാസവും 25 ദിവസമാണല്ലോ. എല്ലാ ദിവസവും ഉണ്ടെന്നാണ്. എനിക്ക് എല്ലാ ദിവസവും ഈ പാർട്ടിയിൽ ഓരോ സംഭവങ്ങളാണ്, എല്ലാ ദിവസവും. അപ്പോൾ ഈ 23 മാസവും 25 ദിവസം കൊണ്ട് എനിക്ക് അന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഷോൺ ജോർജ് വളർന്നുകൊണ്ടല്ല. ഷോൺ ജോർജ് പഴയ ഷോൺ ജോർജ്, ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിലോ വന്നിട്ടില്ല, എൻ്റെ ചിന്താഗതിയിലോ വന്നിട്ടില്ല. പക്ഷെ ഷോൺ ജോർജ് വളർന്നുകൊണ്ടല്ല. ഈ 2 വർഷക്കാലം കൊണ്ട് BJP എനിക്ക് മുമ്പിൽ വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജിനെ ഇന്ന് ഷോൺ ജോർജ് അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നു ഇന്ന് പറയാത്തത്. BJP ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ വളർന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം. അത് വളരുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ BJPയിലെത്തിയത്. അപ്പോൾ ഈ കുറഞ്ഞ പ്രായത്തിൽ BJPയുടെ ഒരു ദേശീയ പാർട്ടിയുടെ ആ പാർട്ടിയുടെ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഷോൺ ജോർജ്, ഞാൻ മതമോ ജാതിയോ ഒന്നും പറയില്ല, പക്ഷേ ന്യൂനപക്ഷം എന്നൊരു വിഭാഗമാണല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കേരളത്തിൽ VA റഹ്മാൻ സാറ് BJPയുടെ ഉപാധ്യക്ഷനായിരുന്നു, ഡോക്ടർ റേച്ചൽ മത്തായി, പ്രൊഫസർ OM മാത്യു സാർ, പ്രൊഫസർ ടോണി മാത്യു, ജോർജ് കുര്യൻ, ഇങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന ചില പേരുകൾ മാത്രം പറയുകയാണ്. ഇങ്ങനെ അസംഖ്യം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ BJPയിൽ ഉണ്ടായിരുന്ന കാലം, ജനസംഘത്തിലും BJPയിലേക്കും ഉണ്ടായിരുന്ന കാലം എന്ന് പറയുമ്പോൾ അത് എതിർപ്പൊന്നുമില്ല. അവർ BJP ആണോ, അവർ BJP ആണോ അറിയുന്ന പോലും ഇല്ല. അങ്ങനെ BJP പോലും വന്ന് ഗണിക്കപ്പെടുന്ന ഒരു ശക്തി അല്ലാതിരുന്ന ഒരു കാലം, അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് ഷോൺ ജോർജിനെ പോലെയുള്ള ആൾക്കാർ BJPയിലേക്ക് വരുമ്പോൾ ധാരാളം പേര് ആകർഷ്ടരാകുന്നതോടൊപ്പം തന്നെ ഒരു വലിയ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴും നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ BJPയുടെ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് നല്ലൊരു പരിധി വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ബ്ലോക്കുകളുണ്ട്. വാസ്തവത്തിൽ പേഴ്സണലി സംസാരിക്കുമ്പോൾ ഈ ആൾക്കാർക്ക് പറയുന്നുണ്ട് BJP കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് അവരെ തടയുന്നത്? അത് മറ്റേ RSS എന്നുള്ളൊരു സംഘടനയോടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, മനസ്സിലായിട്ടും മറ്റെന്തിനെയോ പേടിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ ഒരു? വളരെ സംഘടിതമായി
കേരള സംസ്ഥാനത്ത് RSSനെ കുറിച്ച് പറഞ്ഞു പരത്തിയ ഒരു ഭീകരത, അത് ഓരോ മനുഷ്യരുടെയും മനസ്സിൽ, ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിൽ, അത് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, ഇവിടെ ഹൈന്ദവ സമൂഹത്തിൽ തന്നെയും നിഷ്പക്ഷമായി അല്ലെങ്കിൽ ഒരു മതേതര കാഴ്ചപ്പാടുകളോട് നിൽക്കുന്ന ഹൈന്ദവരുടെ മനസ്സിലും ഈ RSSനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി പടർത്താൻ അത് കോൺഗ്രസും CPM-ലും വളരെ പർപ്പസ്ഫുള്ളി നടന്നിട്ടുണ്ട്. അതിന് വലിയൊരു മാധ്യമ അജണ്ടയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അവിടേക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. നല്ല രീതിയിൽ ഞാൻ ആ കാര്യത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു അജണ്ട എന്താണ്, ഈ അജണ്ടയുടെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ BJP-യിൽ വന്നത്. ഇവിടെ ആ അജണ്ട വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ പുറകിൽ വലിയൊരു ഒരു ഭീകരതയുടെ ഒരു പിന്തുണ അതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് ഇന്ത്യ മഹാരാജ്യം എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് എടുത്ത് മനസ്സിലാക്കാവുന്നത് ബംഗാളിലും കാശ്മീരിലും കേരളത്തിലും ഈ അജണ്ടയാണ് ഈ അജണ്ട വർക്ക് ചെയ്യുന്ന 3 സംസ്ഥാനങ്ങൾ കേരളമാണ്. അതിന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ അല്ല, കേരളത്തിലെ മതേതര കാഴ്ചപ്പാടുള്ള മുസ്ലിങ്ങൾ അതിനകത്തല്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ അതിനെ ഏറ്റവും ഭീകരമായി കാണേണ്ടത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിം ലീഗ് ഓക്കെ, മതേതര ജനാധിപത്യ കക്ഷിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്, എന്നാൽ അതിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നത് ഓക്കെ, ഒരു പരിധിവരെയൊക്കെ ജനാധിപത്യ സംസ്കാരം അല്ലെങ്കിൽ മതേതരത്വം ഉണ്ടെന്ന് ഇല്ലെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്ന പ്രശ്നമാണ്. പക്ഷെ അവര് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടെ നിർത്തുന്നു, SDP-യെ കൂടെ നിർത്തുന്നു. SDP-ക്കെതിരെ ഒരു അക്ഷരം പറയാൻ, ഇവിടെ വർഗീയതയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും SDP എന്നുള്ള പേര് ഉച്ചരിക്കാൻ പേടി. അപ്പോൾ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് RSSനെ സാധാരണക്കാരിൽ നിന്നും അകറ്റി നിർത്തുക, RSSനെ ഭീതി വരുത്തുക. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, ഞാൻ പാലാ രൂപതക്കാരനായ അരിവുത്തറ ഇടവക്കാരനായ സത്യക്രിസ്ത്യാനിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ മുമ്പേ പറഞ്ഞ 23 മാസം 25 ദിവസം കൊണ്ടാണ് എൻ്റെ സമുദായത്തിനൊപ്പം നിന്നുകൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷമാണ്. ഞാൻ ചുമ്മാ പറയുന്നല്ല, എനിക്ക് RSSനെ പൂഴ്ത്താൻ പറയുന്നല്ല, ഞാൻ മുനമ്പം വിഷയത്തിൽ ഇടപെട്ടു. എൻ്റെ പാർട്ടിയും RSSും എനിക്ക് തന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അവിടെ 400ഓളം വരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി എനിക്ക് നിലകൊള്ളാൻ കഴിഞ്ഞത് RSS എതിർത്താൻ നടക്കൂ? ഇല്ല. ഞാൻ BJP-യിലാണ് നിൽക്കുന്നത്. എല്ലാ പിന്തുണയും എനിക്ക് നൽകി. ആ മുനമ്പം സമരത്തിന്റെ പ്രചരണം കേരളം മുഴുവൻ നടത്തിയത് ഇവിടെ RSSന്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. RSS അതിനെ പിന്തുണച്ചു. എന്താണ് അവിടെ നീതിപൂർവമായ ഒരു ജനിച്ച മണ്ണ് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് മുമ്പിൽ നിന്ന് നയിക്കണമെന്ന് എന്നോട് നിയോഗിച്ച് ഞാൻ അവിടെ പോയതാണ്. ഞാനൊരു കാര്യം വിട്ടെ, അതിനുശേഷം ഇവിടെ നമ്മുടെ പള്ളുരുത്തി ഹിജാബ് വിഷയം ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ സ്കൂൾ അടച്ചു പോയത് സത്യം. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഞാൻ ചെല്ലുന്ന ദിവസത്തെ അവസ്ഥ ഭയപ്പാടോടുകൂടി ആ കന്യാസ്ത്രീമാർ മനുഷ്യനോട് സംസാരിക്കാൻ പോലും ഭയപ്പെട്ട് നിൽക്കുക. ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവർ സംസാരിക്കാൻ തയ്യാറപ്പെട്ടത്. നമ്മളവിടെ ചെന്ന പിറ്റേ ദിവസം രാവിലെ പ്രശ്നം തീർന്നു. അവർക്ക് മനസ്സിലായി എന്താണ്. അവർ വന്ന് SDP-കാരനായ കോൺഗ്രസിന്റെ MP വന്ന് SDP-കാരനായ വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങൾ ഇതിൽ പുറകോട്ട് പോകണം, നിങ്ങൾ പുറകോട്ട് പോയില്ലെങ്കിൽ ഇവിടെ RSS അത് മുതലെടുക്കും. നീതിക്ക് വേണ്ടി നിന്ന RSS അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിന്ന ഷോൺ ജോർജ് അത് മുതലെടുക്കും. എന്താ മുതലെടുക്കുന്നത്? അവിടെ ഇവരുടെ കള്ളത്തരം പുറത്തു വരും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ താമരശ്ശേരി ബിഷപ്പിന് നേരെ ഭീഷണി കത്തിയാണ്. എന്താ പ്രശ്നം? അദ്ദേഹം ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരെ പുള്ളി ആ രൂപത കേസ് നൽകി. ആ ഹാലിന്റെ സിനിമ വന്നു ഇറങ്ങി പൊട്ടിപ്പോയി. 18 സീനുകളാണ് അതിനകത്ത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മാറ്റിയത്. ലവ് ജിഹാദിനെ ന്യായീകരിക്കുന്ന, ലവ് ജിഹാദ് ഇല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ്. മനസ്സിലായി? ഇവിടെ ലവ് ജിഹാദ് ഇല്ല. ഇപ്പൊ ആ കോതമംഗലത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇതിനൊക്കെ അജണ്ട മനസ്സിലാക്കണം. ഞാൻ ഇടുക്കിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് വിളിച്ച് പറയുന്നത്. ഞാൻ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഷോൺ അവിടെ എത്താൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് കോതമംഗലത്ത് എത്തുന്ന 2 മണിക്കൂർ സമയം കൊണ്ട് അത്ര നേരം ലൈവായിരുന്നു വാർത്ത. ഞാൻ അവിടെ വന്ന് ഇറങ്ങി അപ്പം മുഴുവൻ മാധ്യമങ്ങളും വിട്ടുപോയിരുന്നു. ഒരു മനുഷ്യൻ പിന്നെ ആ വാർത്ത പുറത്തു കൊടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആ പെൺകുട്ടി എന്നെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പൂട്ടിയിട്ട് മതം മാറാൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. അവൻ മാത്രമല്ല, അവൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു. പാനായിക്കുളത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ട് ഈ കേസ് NIAക്ക് റെഫർ ചെയ്യാനോ, ഈ കേസ് അവിടെ ഈ കൊച്ചിന്റെ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ പോലും തയ്യാറാത്ത കേരള പോലീസ് ആ കൊച്ചി പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തെന്നുള്ള ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. കേരളത്തിലാണ് നടക്കുന്നത്. ഇത് പറയുന്ന നമ്മൾ വർഗീയവാദിയാണ്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ഒരു സംശയം വേണ്ട. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. ഇവിടെ പർപ്പസ്ഫുള്ളി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുവാൻ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു. ഞാൻ കൃത്യമായി പറയാം, മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികം, അത്ര വലിയ ജില്ലയാണ്. മൂവാറ്റുപുഴ ജില്ല വിഭജിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ശരി. ഞാൻ പറയുന്നൊരു കണക്കെടുത്ത് നോക്കി. മൂവാറ്റുപുഴ ജില്ല വിഭജിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ജില്ല, പുതിയ ജില്ല മൂവാറ്റുപുഴ ജില്ല, എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണം. ആ മൂവാറ്റുപുഴ ജില്ലയിൽ മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, പിറവം ഈ 4 നിയോജകമണ്ഡലത്തിൽ 20% പോലും മുകളിൽ മുസ്ലിം പോപ്പുലേഷനായി. ഇത് ഇവിടെ സംഭവിക്കുന്നതല്ല. ഈ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി ലോകത്തുള്ള രാജ്യങ്ങളിൽ മുഴുവൻ 20% പോപ്പുലേഷൻ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് എടുക്കേണ്ട നടപടി? എന്താണ്? അവരുടേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. ഇവർ കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷം പിണറായിയുടെ കൂടെയായിരുന്നു. എന്തായിരുന്നു ആവശ്യം എന്നറിയോ? ഇവിടെ RSSനെ പ്രതിരോധിക്കാൻ അവർക്ക് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കായിക ബലം ആവശ്യമുണ്ടായിരുന്നു. അതിനാണ് CPMന്റെ കൂടെ നിന്ന്. ഇന്ന് അവർക്ക് ആ കായിക ബലം ഉണ്ടോ എന്ന് അവർ തിരിച്ചറിയുന്നു. ആ കായിക ബലം ഉണ്ടെങ്കിൽ ഇനി അവർക്ക് ആവശ്യം എന്താണ്? അവർ പറയുന്ന പോലെ ഭരിക്കുന്ന ഒരു പാവ സർക്കാരിനെയാണ് ഇനി പൊളിറ്റിക്കൽ ഇസ്ലാമിന് ആവശ്യം. ആ പാവ സർക്കാരിനെ കിട്ടാൻ ഏറ്റവും നല്ല ദുർബലരായ കോൺഗ്രസ് ആണ്. പിണറായി വിജയൻ അത്രയ്ക്കങ്ങ് വഴങ്ങില്ല. പിണറായി വിജയന് അവരുടെ വോട്ട് മേടിക്കെങ്കിലും പിണറായി വിജയൻ അത്രമാത്രം നിന്നു കൊടുക്കാൻ പറ്റില്ല. കാരണം CPMന്റെ ഒരു ശൈലിയാണ്. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിമയാണ്. അയാളെ ഒരു വാക്ക്, ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെതിരെ സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? വർഗീയതക്കെതിരെ, ഈ പറയുന്ന വർഗീയതയാണ്, ഈ വർഗീയതക്കെതിരെ മരിച്ചു വീഴാൻ എനിക്ക് മടിയില്ല എന്ന് VD സതീശൻ പറഞ്ഞു. അതിന് 10 ദിവസം മുമ്പ് KM ഷാജി മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ വായിൽ എന്താ പഴമായിരുന്നു. ഞാൻ ആ ഭാഷ ഉപയോഗിച്ച തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. VD സതീശന്റെ എവിടെ പോയിരുന്ന അയാൾക്ക് അന്ന് അപ്പം മരിച്ചു വീഴാൻ തോന്നിയില്ലേ? അപ്പം ഇത്തരം അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാകുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടായത് ഇന്നല്ല. എനിക്ക് 2021 മുതൽ എങ്ങനെ PC ജോർജ് തോറ്റു, PC ജോർജിനെ ആസൂത്രിതമായി മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യിപ്പിച്ച് എങ്ങനെ തോപ്പിച്ച്, എന്റെ കൂടെ കിടന്നുറങ്ങിയവർ പോലും, എന്റെ കൂടെ നടന്നവർ പോലും, എന്നോട് എന്റെ സഹോദരന്മാരെ പോലെ സ്നേഹിച്ചവർ പോലും എന്റെ അപ്പനെ വോട്ട് ചെയ്തില്ല. എന്റെ അപ്പന് അതുപോലെ സ്നേഹിച്ച ഒരു മുസ്ലിം സമൂഹം, അതുപോലെ സ്നേഹിച്ച സഹോദരന്മാരെ പോലെ ജനിച്ചു വളർന്ന നാടല്ല ഇരാറ്റുപേട്ട. ആ ഇരാറ്റുപേട്ടയിൽ 22,000 വോട്ട് PC ജോർജിന്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആരെന്ന് പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് സർവേ നടത്തിച്ച് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യിപ്പിച്ചാണ് PC ജോർജിനെ തോപ്പിച്ചത്. 22,000 വോട്ട് ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്തു. കേരളത്തിൽ നാളെ വരാൻ പോകുന്ന അപകടം എന്താണെന്ന് ഈ 2021 ഞാൻ തിരിച്ചറിഞ്ഞതിലൂടെയാണ് ഞാൻ BJP എന്ന തീരുമാനമെടുത്തത്. കാരണം ആ അപകടത്തെ, കേരളത്തെ രക്ഷിക്കാൻ, ആ അപകടത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളത് BJP ആണ്. അത് അവർ തന്നെ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി തന്നെ അത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞങ്ങളുമായി ഒളിഞ്ഞും തെളിഞ്ഞുമല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ലാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണെന്ന് അവരുടെ അമീർ തന്നെ പറഞ്ഞു. ബാക്കി പിണറായി വിജയനും നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും നടത്തിയിട്ടുണ്ട്, ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ വോട്ട് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, PC ജോർജ് മേടിച്ചിട്ടുണ്ട്, STPയുടെ വോട്ട് അല്ലേ? ഒറ്റയ്ക്ക് നിന്നപ്പോ STPയുടെ വോട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിന് തർക്കമില്ല. അന്ന് അവരെ മാത്രം സഹായിക്കാം. അന്ന് ഈ തീവ്രവാദം ഒന്നും ഓർക്കില്ല. അടുത്ത ഇലക്ഷന് മുമ്പ് തന്നെ 2018 അഭിമന്യുവിന്റെ കൊലപാതകത്തിന് അന്ന് എന്നോട് എന്റെ അപ്പം പറഞ്ഞു, എടാ ഇനി ഇമാരുമായിട്ട് ഇടപാട് വേണ്ട. നമ്മളെ അങ്ങ് പ്രഷറൈസ് ചെയ്ത് ഫണ്ട് മുഴുവൻ ഇവർ പറയുന്നിടത്ത് കൊടുക്കാവുള്ളൂ, പ്രോജക്ട്സ് ഇവർ പറയുന്നിടത്ത്. അപ്പൊ ഇവര് വല്ലാണ്ടങ്ങ് വലിയ സമ്മർദ്ദ ഗ്രൂപ്പാണ്. നമ്മളങ്ങ് ഭരിക്കുകയാണ്. കാരണം പപ്പാടെ ഓഫീസിൽ, വീടിന്റെ മുറ്റത്താണ് പപ്പാടെ ഓഫീസ് എനിക്ക് കയറാൻ പറ്റില്ല ഇവരെ തട്ടിട്ട്. ഫണ്ട് MLA ഫണ്ട് എഴുതുന്നത് പൂർണ്ണമായി മേടിച്ചോണ്ട് പോകും. മനസ്സിലായി? അപ്പം
ഒരു കാരണവശാലും ഇത് കേരളത്തിൽ നാളെ നടക്കാൻ പോകുന്ന എന്താണോ അതിന്റെ പരിച്ഛേദമാണ് ഞാൻ 2016 മുതലാണ് കണ്ടത്. 18 ഇവരുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷമാണ് പി സി ജോർജിനെതിരെ ഇവർ പി സി ജോർജ് ഒരിക്കലും ഒരു മുസ്ലിം വിരോധിയല്ല. പക്ഷെ ഈ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട എന്താണെന്ന് കേരളത്തിൽ ആദ്യം തിരിച്ചറിഞ്ഞത് പി സി ജോർജും മകൻ സോൺ ജോർജ്. കാരണം അനുഭവത്തിൽ നിന്നാണ് അറിഞ്ഞത്. അതാണ് എനിക്ക് കേരളത്തോട് പറയാനുള്ളത്. അത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ മൂവ്മെന്റ് ആണ് കേരളത്തിൽ നടക്കുന്നത്. ആ മൂവ്മെന്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇവിടെ BJP ഉള്ളൂ. CPM-നെ കൊണ്ട് കഴിയില്ല. കാരണം ആ വോട്ടുകൾ ഇവരെന്താ ശ്രമിക്കുന്നത്? CPM-ഉം BJP-യും ഇവിടുത്തെ മതേതര ഹിന്ദു, മതേതര മുസ്ലിം, മതേതര ക്രൈസ്തവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്ത് മുസ്ലിം വോട്ടുകൾ തീവ്രവാദത്തിന്റെ പേരിലും വർഗീയതയുടെ പേര് പറഞ്ഞും കോൺഗ്രസ് എത്തിക്കുക. അപ്പൊ അവർക്ക് ജയിക്കാൻ കഴിയും. ഈ അജണ്ട നടപ്പിലായാൽ കേരളം മറ്റൊരു സിറിയയും മാറും. ഒരു സംശയം വേണ്ട. അപ്പൊ വലിയ ഭീകരമായ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആസൂത്രണം കേരളം മറ്റൊരു 2026 മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകക്ഷി അധികാരത്തിൽ വന്നാൽ, അത് LDF വന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല, അജണ്ടയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ 2026 മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകക്ഷി അധികാരത്തിൽ വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് കേരളം മറ്റൊരു സിറിയയായി മാറും. ഇനി ദൈവാനുഗ്രഹം കൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ അധികാരത്തിൽ വരുമെന്ന് പേടിക്കണ്ട, അതുകൊണ്ട് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ കേരളം മറ്റൊരു രാജ്യമായി മാറും. രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസ് ഇന്ന് ഏതെങ്കിലും കാലത്ത് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് അത് ഒരിക്കലും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശ്വസിക്കാം. കാരണം നമുക്കതറിയാം, കേരളവും ബംഗാളും കാശ്മീരും സ്വതന്ത്ര രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെടും. ഞാനീ പറയുമ്പോൾ ഇതൊന്നും അതിശയോക്തിയായിട്ട് ദൈവീയ സാറ് കരുതുന്ന സാറിന് കുറെ കാര്യങ്ങൾ അറിയാം. ആ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത്ര വലിയ വിഘടനവാദമാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു നിലപാട് തന്നെയല്ല. INC കോൺഗ്രസ് എങ്ങനെ മാറി എന്നുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ മാറി എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ഈ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ പറയുന്ന ആൾക്കാർ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ ഈ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് എതിർത്ത് KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞത് ഒറീസയിൽ സംഘപരിവാർ ക്രിസ്ത്യൻ വിഭാഗത്തെ ചാണകം തീറ്റിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളും ആക്ഷേപങ്ങളും പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എന്താണ് ഒരു പരിഹാരം? അല്ല, ഈ ആദ്യം നമ്മൾ അവനവൻ്റെ കണ്ണിലെ കരടെടുത്തിട്ട് വേണം വല്ലവൻ്റെ കണ്ണിൽ ഇതെടുക്കാൻ പോകാമെന്ന് പറയാറുണ്ട്. അതുപോലെയാണ് കേരളത്തിൽ ന്യൂനപക്ഷ സമുദായം, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നുകയറ്റങ്ങളെ തിരിച്ചറിയാതെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. അവിടെ നടക്കുന്ന ഇപ്പോൾ മതപരിവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് അത്ര നിയമങ്ങളുള്ളിടത്ത് നിയമമായും അല്ലാതെയൊക്കെ അവിടെ എതിർപ്പുകൾ സംഘടിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 140 കോടി ജനം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പാസ്റ്ററെ കയ്യേറ്റം ചെയ്തു? അതെല്ലാം RSSന് തലേന്ന് വെക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്ന KC വേണുഗോപാലിന്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരൊറ്റ RSSകാരനെതിരെ ഒരു FIR കാണിച്ചിരാവും. നിങ്ങൾ പഠിക്കുന്ന സംസ്ഥാനം എടുത്തു. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ ഒരു സ്റ്റേജിൽ കയറി വലിയൊരു വിപ്ലവം, വലിയൊരു അദ്ദേഹത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എവിടെയാണ് നടന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് സംഭവം നടന്നത്. അതിനെക്കുറിച്ച് പറയാനില്ല. അത് പറയുമ്പോൾ എല്ലാം RSS. ഒരു RSSകാരനെതിരെ ഒരു FIR കാണിച്ചതാണ് KC വേണുഗോപാൽ. നമ്മൾ പറയുന്നത് അംഗീകരിക്കാം. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. 80-20 സംവരണ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഇവിടെ OBC സംവരണം, OBC ആരൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ലത്തീൻ, ഈഴവ, തീയ, ബില്ലവ ആൻഡ് മുസ്ലിം. ഈ OBC എങ്ങനെയാ മുസ്ലിം ആകുന്നു? അടിസ്ഥാന ചോദ്യമാണ്. വേറെ എങ്ങുമില്ല. കേരളത്തിലെ ഒരു വലിയ പ്രത്യേകതയാണ്. ശരിക്കും അങ്ങനെയല്ല. ഇത് ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമത്തിലൂടെയാണ് OBC ആയത്. ഇവിടുത്തെ വലിയ സമ്പന്നരായ വലിയ കുടുംബ പാരമ്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ 1-2 വിഭാഗങ്ങൾ, ഇപ്പോൾ തങ്ങൾ കുടുംബത്തെ കണ്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് ഈ OBC കാറ്റഗറിയിൽ. പക്ഷേ ഹൈക്കോടതി ജഡ്ജസിന്റെ മക്കൾ വീണ്ടും അതേ സംവരണത്തിലൂടെ വന്ന് കയറി വരികയാണ്. മനസ്സിലായില്ലേ? അതും ഉന്നത കുലജാതരായ ആളുകൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടില്ലേ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി സംവരണം പാടില്ല. ഈ എന്ത് ജാതിയാണ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളത്? ജാതിയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറ്റം പറയില്ല. കഴിഞ്ഞ ദിവസം
പാർട്ടിയിലെ കോർ കമ്മിറ്റി, അതിവിടെ പറയാൻ പാടില്ല, പക്ഷെ അത് പറയേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പറയട്ടെ. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ അംഷാജി ഒരു കാര്യം പറഞ്ഞു. അതിനകത്ത് ഒരാൾ പറഞ്ഞു, സാർ നമ്മളെ വലിയ മുസ്ലിം വിരോധികളായിട്ടാണല്ലോ ഇവർ ചിത്രീകരിക്കുന്നത്. അപ്പം ചേട്ടൻ ചോദിച്ച അതേ ചോദ്യം, അതിനെന്താ മറുപടി? നമ്മൾ ഒരിക്കലും മുസ്ലിം വിരോധികളല്ല, അതാണ് അതിന്റെ മറുപടി. ഞാൻ ഓർത്ത് അതുകൊണ്ട് അങ്ങ് നിർത്തി. അല്ല, അദ്ദേഹം പറഞ്ഞു, കണ്ടിന്യൂ ചെയ്തു. അപ്പീസ്മെന്റ് ടു എ കമ്മ്യൂണിറ്റി ഈസ് ഇൻജസ്റ്റിസ് ടു അനദർ കമ്മ്യൂണിറ്റി. ഒരു വിഭാഗത്തോട്ട് പ്രീണനം കാണിക്കുമ്പോൾ ആ പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സമുദായത്തിന് അവിടെ അനീതി ഉണ്ടാകുന്നുണ്ട്. ആ അനീതിയാണ് നമ്മൾ തീർക്കുന്നത്. നാളെ അത് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായാലും മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായാലും നമ്മൾ അതിനെ എതിർക്കും. ഇവിടെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമുദായത്തിൽ നിന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് നേരെ ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ BJP അവിടെ ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന നിലപാടുകളെ ന്യൂനപക്ഷ സമുദായം എന്ന പേരിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഈ വ്യത്യാസത്തെ തിരിച്ചു കാണിക്കാൻ പറ്റില്ല. 80-20 അത് എന്ത് മാനദണ്ഡമുള്ളത്? അതിനെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നിൽക്കുന്നു. ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കാര്യം, ഈ പറയുന്ന KC വേണുഗോപാൽ എപ്പോഴെങ്കിലും ആ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ക്രൈസ്തവ സ്നേഹം പറയുന്ന ഈ KC വേണുഗോപാൽ 3 വർഷമായിട്ട് പിണറായി പോക്കറ്റ് സെൽഫി വെച്ച് പൂട്ടിയിരിക്കുന്ന ആ JB കോശി കമ്മീഷൻ പുറത്തു വിടണമെന്ന് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുള്ള മഹാനാണോ ഈ KC വേണുഗോപാൽ? ക്രൈസ്തവ സ്നേഹം പറയുന്നു. എന്താ പറയാത്തെ? ആ JB കോശി കമ്മീഷൻ മുഴുവൻ ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ കണ്ടിടത്തോളം, മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിടത്തോളം ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ. അത് പുനഃസ്ഥാപിക്കുമ്പോൾ ആർക്കാണ് നഷ്ടം വരുന്നത്? മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് നഷ്ടമല്ല വരുന്നത്. അവർക്ക് അനർഹമായ കാര്യങ്ങൾ നേടിയിരുന്നു, അത് തിരികെ എടുക്കപ്പെടുമ്പോൾ അവിടെ ആർക്കാ പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ പ്രകടന പത്രികയിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് തന്നെ ഇടമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ മൈനോറിറ്റി വകുപ്പിന്റെ, ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രി ഒരു ന്യൂനപക്ഷക്കാരൻ, ഒരു ക്രൈസ്തവ ന്യൂനപക്ഷക്കാരനാകും. ഇവിടെ ന്യൂനപക്ഷം ഏതാ? ശരിക്കും ക്രൈസ്തവ ന്യൂനപക്ഷം 12% ന്യൂനപക്ഷ ക്രൈസ്തവരുള്ളൂ. ഇവിടെ ഇപ്പൊ ജാതി എടുത്തു നോക്കിയാൽ ഈഴവ സമുദായത്തെക്കാൾ കൂടുതൽ മുസ്ലിം വിഭാഗമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആരാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. 30% ആണ് അവര്, 30.5. ഈഴവ സമുദായം പോലും 24 ഉള്ളൂ. നായർ കമ്മ്യൂണിറ്റി 15 താഴെയാണ്. ഏത് കമ്മ്യൂണിറ്റി? അപ്പൊ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷ വകുപ്പ് കൊടുക്കുന്നത്? ഒന്നെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് ഇവിടെ കൊടുക്കേണ്ട യഥാർത്ഥത്തിൽ ഒന്നെങ്കിൽ നായർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർക്കാണ്. അവരെക്കാൾ അർഹത ഈഴവർക്കുണ്ട്. അപ്പോ ഒന്നും വേണ്ട, ഇതെല്ലാം ക്രിസ്ത്യാനിക്കൊന്നും കൊടുക്കണ്ട. ന്യൂനപക്ഷ വകുപ്പ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഏറ്റെടുക്കുമെന്ന് പറയാൻ തന്നെ ഇടമുണ്ടോ കോൺഗ്രസിന്? സഭ ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഏറ്റെടുക്കണം, ബാക്കി ആർക്കും കൊടുക്കണം മുഖ്യമന്ത്രി. പിന്നെ ആ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ആയിരിക്കും 5 കൊല്ലം എന്ന് പറയാൻ തന്നെ ഇടമുണ്ടോ? ഇപ്പൊ ഒന്ന് പറയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്ന് പറയുന്നതല്ലേ, 5 കൊല്ലവും കോൺഗ്രസിനായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയാൻ, ഉപമുഖ്യമന്ത്രിയായി മുസ്ലിം ലീഗ് വരില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും മുസ്ലിം ലീഗിന് കൊടുക്കില്ല എന്ന് പറയാൻ തന്നെ ഉണ്ടോ KC വേണുഗോപാൽ? ഞാൻ വെല്ലുവിളിക്കുന്നു. അടിസ്ഥാന ചോദ്യമാണ് ചോദിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പക്ഷേ ഇത് വലിയ വലിയ അപകടത്തിലേക്കാണ് കേരളം സിറിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ, അത് മുസ്ലിം ലീഗ് അതിലൂടെ അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. ആ കഴിഞ്ഞ ദിവസം ഞാൻ 100% ചോദിക്കുന്നു. പക്ഷെ ആ തിരിച്ചറിവ് മാറാട് കലാപകാലത്ത് ഇവരോട് ഇല്ലായിരുന്നു. ഇപ്പോ ഇത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ, UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിഷേധം വാക്കുകളൊക്കെ AK ബാലൻ സഖാവിന് ആ ബോധ്യം ഉണ്ടായി. മാറാട് കലാപകാലം മുതൽ ഇന്ന് വരെ അതില്ലായിരുന്നു. അപ്പോ അതിന് ഒരു തീരുമാനം ഉണ്ടാകണ്ടേ? ഇവരിത് പറയണ്ടേ? ഇപ്പൊ ആരാ ഇവരുടെ മന്ത്രിസഭയിൽ? ആരാ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി? ശരിയാണ്. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും യഥാർത്ഥ ന്യൂനപക്ഷത്തിന് ഇനി കേരളത്തിൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിസ്ഥാനം കിട്ടണമെങ്കിൽ BJP ഭരിക്കണം. BJP ഭരിക്കുന്ന മന്ത്രിസഭയിലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇനി ന്യൂനപക്ഷ വകുപ്പ് കിട്ടുള്ളൂ, യഥാർത്ഥ ന്യൂനപക്ഷത്തിന്.
ഇനി ബി ജെ പിയുടെ മുമ്പിൽ ഈ പറയുന്ന ബി ജെ പി വെച്ചിരിക്കുന്ന 3 അജണ്ടകൾ, ഒന്ന് വിശ്വാസം. ആ വിശ്വാസം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ മതപരമായ കാര്യങ്ങളിൽ. ഒന്ന്, രണ്ടാമത് സുരക്ഷയാണ് ഈ പറഞ്ഞ കേരളം സിറിയയാകാൻ പോകുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. മൂന്നാമത്തേത് വികസനം. ഈ 3 കാര്യങ്ങളിൽ ഈ മുന്നണികൾക്ക് എന്തായിരിക്കും നിലപാട്? ബി ജെ പി നിലപാടിൻ്റെ അവര് വിവാദങ്ങളിലൂടെ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ നമ്മൾ ഇതിലേക്ക് ഫോക്കസ് കേരളത്തിന്റെ പോകുന്നു എന്ന് കാണുമ്പോൾ അവർ വിവാദങ്ങൾക്കുണ്ട്. അത് 2014 2021 സാരിത്തുമ്പിലെ രാഷ്ട്രീയമല്ലേ കേരളം ചർച്ച ചെയ്യുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാര് എവിടെ പോകുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, ഇവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം, ഇവിടുത്തെ വില തകർച്ച, ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഈ നാടിന്റെ എക്കണോമിക് ആയിട്ടുള്ള തകർച്ച, ഈ നാട്ടിലെ തൊഴിലില്ലായ്മ നിരക്കിന്റെ വർധനവ് ഒന്നും കേരളം ചർച്ച ചെയ്യുന്നില്ലല്ലോ. BJP പറയുന്നതും രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും അതാണ്. നിങ്ങൾ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, ഈ നാടിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇതൊന്നും അജണ്ടയിലാക്കരുത്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമുക്ക് ഇച്ചിരി ഇക്കിളി കഥയും ഇച്ചിരി മഞ്ഞക്കഥയൊക്കെ കേട്ടാൽ നമ്മൾ അതിന് പറയാൻ പോകും. ഇവിടുത്തെ ചാനൽസിന് മുഴുവൻ അതാണ്. ഇപ്പൊ നമ്മുടെ പാലക്കാട് MLA, അയാള് പെണ്ണ് കേസുണ്ടായി, അയാൾക്ക് ഗർഭമുണ്ടായി, എന്തോ ഇതൊക്കെ ഓക്കെ, അയാൾക്കെതിരെ നിയമനടപടി സ്വീകരിച്ച് അയാളെ ജയിലിൽ വിടുകയെന്നുള്ളൂ. എത്ര ദിവസങ്ങൾ, ഏത് പഞ്ചായത്ത് ഇലക്ഷനിൽ പ്രാദേശികമായ 5 വർഷത്തെ ഒരാളെ ഓഡിറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരു ജനപ്രതിയെ ഓഡിറ്റ് ചെയ്യണ്ടേ? അയാൾ എന്ത് ചെയ്തു, അയാളുടെ ഭരണം എന്ത് ചെയ്തു, 5 വർഷക്കാലത്തെ സർക്കാരിന്റെ ഭരണം എന്ത് ചെയ്തു, അത് ഓഡിറ്റ് ചെയ്യേണ്ട സമയത്ത് മുഴുവൻ ചർച്ച ചെയ്തത് സ്ത്രീ വിഷയമാണ്. പിന്നെ ഷോൺ, ഞാൻ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ RSS BJP അത്തരം കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, RSSന്റെ തന്നെ ആയാലും അത്തരത്തിൽ ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളൊക്കെയുള്ള സമ്പർക്കം ഷോണിനുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പേഴ്സണലായിട്ടുള്ള, പ്രത്യേകിച്ച് ഗുരുമൂർത്തി പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള വലിയ സമ്പർക്കവും അവരുമായിട്ടുള്ള സൗഹാർദ്ദം, അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവരുമൊക്കെ ഉൾപ്പെടുന്ന ഒട്ടേറെ ചർച്ചകൾ, ഈ മത മേലധ്യക്ഷന്മാരുമായിട്ട് നടന്ന ചർച്ചകൾ, അതിലൊക്കെ ഷോണും പങ്കാളിയായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എവിടെ ഒരു സിക്സാഗ് ഇടപാട് നടക്കുന്നുണ്ടോ? അത് പെട്ടെന്നൊരു സമയത്ത് ഒരു BJP അനുകൂലം, അല്ലെങ്കിൽ ഭാരത അനുകൂലം, അല്ലെങ്കിൽ ദേശീയ അനുകൂലം, വിഷയാധിഷ്ഠിതമായിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ അത് വീണ്ടും പഴയ അങ്ങനെ ഒരു സിക്സാഗ് മോഷൻ, അത് എങ്ങനെയാണ് ഒരു സാമൂഹ്യ വിപ്ലവത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുമോ? അങ്ങനത്തെ ഒരു ഞാനിപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ഇത് ക്രൈസ്തവ സഭയുടെ കൺസേൺ കൂടെയാണ്. പക്ഷെ അതിന് ഓൾട്ടർനേറ്റീവായി മാറുന്നുണ്ടോ BJP? അത് ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യമാണ്. ഞാൻ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഓൾട്ടർനേറ്റീവായി മാറി BJP എന്ന് ബോധ്യപ്പെടുന്നത്, അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ സിക്സായി എല്ലാം മാറിയിട്ട് ഒറ്റ ഷിഫ്റ്റ് ആയിരിക്കും. വിത്തിൻ ഡേയ്സ് ആ ഷിഫ്റ്റ് ഉണ്ടാവും. അതുണ്ടാകാതിരിക്കാനാണ് ഒന്ന് പറയുമ്പോൾ 2 നോർത്ത് ഇന്ത്യൻ ഇഷ്യൂസുമായിട്ട് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് കരോൾ സംഘത്തെ ആക്രമിച്ചു. ഇവിടെ DYFI ഒഫീഷ്യലായിട്ട് ഓടിച്ചിട്ട് തല്ലിട്ട്. ഈ കരോൾ സംഘത്തെ ആക്രമിച്ചവരുമായി BJPക്ക് ഒരു ബന്ധമില്ല. അവിടെ CPMന്റെ പാർട്ടി ഓഫീസിന് പിരിവിന് വേണ്ടി ഒരു ചെണ്ട എടുത്തു. ആ ചെണ്ടയിൽ കൃത്യമായിട്ട് CPM ഏരിയ കമ്മിറ്റി എഴുതിയിട്ടുണ്ട്. ആ ചെണ്ടയായിട്ട് ഒരു കോളനി ചെന്ന് കയറി ആ കോളനി കിടന്നുകൊണ്ട് അലമ്പുണ്ടായതിനും BJPക്കോ RSSനോ ഒരു പങ്കില്ല എന്ന് പറഞ്ഞ ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ മീഡിയ അതിനകത്ത് ഒറ്റ വാക്കേ എടുത്തുള്ളൂ, എന്താ മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ല, അടി കിട്ടും ഷോൺ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു മറ്റേ ഫാദർ തന്നെ അതിനെ സമ്മതിക്കുകയും ചെയ്തല്ലേ, പള്ളിയായിട്ട് ഒരു ബന്ധമില്ല, കുലബന്ധമില്ലാതെ കുറെ ആളുകൾ കോലം കെട്ടാൻ വേണ്ടി നടത്തിയ പരിപാടി. കരോള് പോലെ ഒരു നല്ല എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു മതേതരമായ ഒരു ആഘോഷമാണ്. അതില് കുറെ അലമ്പ് തന്ന് കയറി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയപ്പോ, അതിനവിടെ പ്രാദേശികമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ അതിന് അലമ്പുണ്ടായി. അതിന് നമ്മൾ മോശം. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ല, അടി കിട്ടും. അതാണ് ക്യാപ്ഷൻ. എന്നിട്ടത് പാലാ-കോട്ടയം പ്രദേശം മുഴുവൻ പ്രചരിപ്പിക്കുക. എന്തായാലും എനിക്കറിയാം, ഈ ഇലക്ഷനിൽ ഷോണിന്റെ ചുമതലയിൽ വലിയൊരു ദൗത്യം ഷോണിന്റെ ചുമലിലുണ്ട്. ഷോണ് അതിന്റെ ആക്ടിവിറ്റിയിലാണെന്ന് എനിക്കറിയാം. ആ സംരംഭം, ആ ദൗത്യം, അത് വലിയൊരു വിജയമാവട്ടെ. ആ യജ്ഞത്തിൽ പങ്കാളിയാകാൻ ധാരാളം ആൾക്കാരുണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു ജന്മഭൂമിയിലൂടെ പോകുന്ന ഈ മെസ്സേജ് അതിന് സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്തുണയും കൂടെ നിശ്ചയമായിട്ടും നമുക്ക് ഇതിന് ശേഷവും കാണണം, ഇനിയും കാണണം.